സമയം എന്തായി എന്ന ചോദ്യത്തിന് പിന്നിട്ട സമയത്തിന്റെ 1/3 ഭാഗവും അവശേഷിക്കുന്ന സമയവും തുല്യമാണെന്ന് മറുപടി നൽകി. എങ്കിൽ യഥാർത്ഥ സമയം എന്ത്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് കാണുവാനായി ആദ്യം നമുക്ക് പിന്നിട്ട സമയത്തെ എക്സ് എന്ന് എടുക്കാം. അങ്ങനെയെങ്കിൽ പിന്നിട്ട സമയം = എക്സ്. അങ്ങനെയെങ്കിൽ അവശേഷിക്കുന്ന സമയം എത്രയായിരിക്കും? ആകെ നമുക്ക് 24 മണിക്കൂറുകളാണ് ഉള്ളത് അല്ലേ? അപ്പോൾ അതിൽ നിന്നും പിന്നിട്ട സമയമായ എക്സ് കുറച്ച് കഴിയുമ്പോൾ 24 - എക്സ്, അതാണ് നമ്മുടെ അവശേഷിക്കുന്ന സമയം. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പിന്നിട്ട സമയത്തിന്റെ 1/3 ഭാഗവും അവശേഷിക്കുന്ന സമയവും തുല്യമാണ് എന്ന്. അങ്ങനെയെങ്കിൽ പിന്നിട്ട സമയം എക്സ് അല്ലേ? എക്സിന്റെ 1/3 ഭാഗം = അവശേഷിക്കുന്ന സമയമായ 24 - എക്സ്. ഇതിൽ നമുക്ക് എക്സിന്റെ ടേംസിനെ എല്ലാം വൺ സൈഡിലേക്ക് കൊണ്ടുവരാം. ഇവിടെ എക്സിന്റെ 1/3 എന്ന് പറയുന്നത് x/3 എന്ന് നമുക്ക് എഴുതാം അല്ലേ? അപ്പോൾ x/3 ഇവിടെ മൈനസ് ആയ പ്ലസ് എക്സ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് എക്സ് ആകും, which is equal to 24. ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 4x / 3 = 24 എന്ന് കിട്ടും. ഇനി therefore x = 24 into ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 3 അപ്പുറത്ത് വരുമ്പോഴത്തേക്ക് മൾട്ടിപ്ലൈ /4 സോൾവ് ചെയ്ത് കഴിയുമ്പോൾ 18 എന്ന് കിട്ടും. 18 എന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേ ടൈം ഒക്കെ പറയുന്നതാണ് അല്ലേ? നമ്മൾ നോർമൽ ടൈം പറയുമ്പോഴത്തേക്ക് അത് 6 PM എന്ന് എഴുതാം. 12 + 6 ആണ് 18. അപ്പം 6 PM എന്ന് നമുക്ക് എഴുതാം. ഇത് കാണാൻ വേണ്ടിയുള്ള മറ്റൊരു എളുപ്പമാർഗമുണ്ട്. 24a / a + 1. 24a / a + 1. ഇവിടെ a എന്ന് പറയുന്നത് ആകെ എത്ര ഭാഗങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 1/3 ഭാഗം എന്നല്ലേ? അപ്പോൾ ആകെ ഭാഗം എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ് അല്ലെ? 3 ആയിട്ടാണ് ഭാഗിച്ചിരിച്ചത്. അപ്പോൾ a എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. അപ്പോൾ 24 × 3 / 3 + 1, അതായത് 24 × 3 / 4. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മേളിൽ ചെയ്ത 18 എന്നുള്ളത് തന്നെ കിട്ടും. 18 അല്ല, അതായത് 6 PM. ഓക്കെ.